ഭാരതത്തിലെ സനാതനധർമ്മം ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എന്തോ ആണ് എന്ന് പലരും തെറ്റിദ്ധരിച്ച് സംസാരിക്കാറുണ്ട്. സനാതനധർമ്മം എന്ന് പറയുന്നത് 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന വിശാലമായ ഒരു വിശ്വാസസംഹിതയാണ്. ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കണ്ടെത്തിയിട്ടുള്ളത് റഷ്യയുടെയും യുക്രൈൻ്റെയും തീരത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. അവിടെയാണ് കാസ്പിയൻ കടൽ എന്ന് പറയുന്നത്. കാസ്പിയൻ കടലിന് പേര് വരുന്നത് കശ്യപ്യ സാഗരം എന്ന പേരിൽ നിന്നാണ്. കശ്യപ്യ മുനി മക്കളോടൊപ്പം താമസ സ്ഥലമാണ്. പിന്നീട് അദ്ദേഹം മക്കളായ ദേവന്മാരും അസുരന്മാരും ദാനവന്മാരും എല്ലാം കൂടെ കൂട്ടി കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ കടന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തി. അദ്ദേഹം വന്ന് താമസ സ്ഥലമാണ് കാശ്മീർ, കശ്യപ്യമീർ എന്ന് പറയുന്ന കാശ്മീർ. അഫ്ഗാനിസ്ഥാൻ പണ്ട് സനാതനധർമ്മത്തിൻ്റെ വലിയ ഈറ്റിലായിരുന്നു. മഹാഭാരതത്തിലെ കൗരവന്മാരുടെ അമ്മ ഗാന്ധാരി, ഗാന്ധാര ദേശത്ത് നിന്ന് വരുന്നതാണ്. ഗാന്ധാര എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണ്ഡഹാർ എന്ന് വിളിക്കുന്ന സ്ഥലമാണ്. ഹിമാലയപർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ ചൈനയുടെ തലസ്ഥാനം പെക്കിങ്ങിൽ 100 കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കുള്ള ക്ഷേത്രം. സദേൺ ചൈനയിൽ നിന്ന് മാത്രം 4000-ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ കിഴക്കോട്ട് പോയാൽ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം ഇന്ത്യയിലല്ല, അത് കംബോഡിയയിലെ അങ്കോർ വാറ്റിലാണ്. 10 ചതുരശ്ര കിലോമീറ്റർ, 5500 ഏക്കറിലാണ് അത് പണിഞ്ഞിരിക്കുന്നത്. ലോകത്തിലൊരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്റർ നിൽക്കുന്ന ഒരു ക്ഷേത്രമില്ല, ഒരു ആരാധനാലയമില്ല. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം എവിടെയാണ്? അത് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് 150 കിലോമീറ്റർ പടിഞ്ഞാറാണ്. ബൊറോബുദൂർ ക്ഷേത്രം 1.5 കിലോമീറ്ററാണ് നീളം. മെയിൻ ഗേറ്റിൽ കൂടെ അകത്ത് കയറിയാൽ 1.5 കിലോമീറ്റർ ക്ഷേത്രത്തിനകത്തൂടെ നടന്നെങ്കിലേ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ചെല്ലുള്ളൂ. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ക്ഷേത്രമില്ല. വിശാലമായി നമ്മൾ ഗുജറാത്തിൽ ഞാൻ പോയി, പാലിത്താനം എന്നൊരു സ്ഥലത്ത് പോയി. ഒരു മലയും അതിൻ്റെ ചുറ്റിലും 1000 ക്ഷേത്രം പണിഞ്ഞിരിക്കുകയാണ്. 1000 ക്ഷേത്രം. 6 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് 1000 ക്ഷേത്രം പണി പൂർത്തിയാക്കിയത്. ലോകത്തിലൊരു മതത്തിനും 1000 ആരാധനാലയങ്ങൾ ഒരു സ്ഥലത്ത് പണിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ വിശാലമായ ഈ 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന വിശാലമായ ഈ ധർമ്മവും അതിൻ്റെ മഹത്വവും സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവണമെങ്കിൽ അതിന് പ്രത്യേകമായ ശ്രമം ഉണ്ടായാലേ പറ്റുള്ളൂ. ലോകത്തിൽ മഹർഷിമാരുടെ പേരിൽ, സന്യാസിമാരുടെ പേരിൽ ഒരു രാജ്യത്തിന് പേരിട്ടിട്ടുള്ളൂ. അത് ആർഷഭാരതമാണ്, മഹർഷിമാരുടെ ഭാരതം. പക്ഷേ ഈ സനാതനധർമ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ വളരെ വിശാലമായ വായന വേണം. 4 വേദങ്ങൾ, ഋഗ്വേദം ഒരു 10452 ശ്ലോകം, യജുർവേദം 1970 ശ്ലോകം, സാമവേദം 1490 ശ്ലോകം, അഥർവവേദം 7000 ശ്ലോകം. ഒരു 20000 ശ്ലോകം പഠിക്കണം വേദം മനസ്സിലാവണം. നമ്മളത് കഴിഞ്ഞ് ഉപനിഷത്തിലോട്ട് കയറിയാൽ 1108 ഉപനിഷത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിഹാസത്തിലോട്ട് കയറിയാൽ 24000 വാചകങ്ങളുള്ള രാമായണം, 1,024 ശ്ലോകങ്ങളുള്ള മഹാഭാരതം, പിന്നെ 18 പുരാണങ്ങൾ, 3,50,000 ശ്ലോകം, പിന്നെ ഉപപുരാണങ്ങൾ 18 4,90,000 ശ്ലോകം, പിന്നെ അരണ്യങ്ങൾ, ബ്രാഹ്മണങ്ങൾ എന്ന് തുടങ്ങി ഹിന്ദുമതത്തെ പഠിക്കണമെങ്കിൽ ഞാനൊരു 40 വർഷമായി വായിച്ചിട്ട് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സനാതനധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു കോണ് പോലും ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ ഒരു സാധാരണ വ്യക്തി ജനിച്ച് വളരുമ്പോൾ അവനെന്നെ നോർമൽ പഠിത്തം, അത് കഴിഞ്ഞൊരു ജോലി, അത് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ മറ്റ് പ്രാരാബ്ദങ്ങൾ, ഇതിനിടയ്ക്ക് അവൻ സനാതനധർമ്മത്തെ മനസ്സിലാക്കാൻ അവന് സമയവും സാഹചര്യവും കിട്ടില്ല. ശ്രീരാമചന്ദ്രനെ രാമായണത്തിൽ നമ്മൾ പഠിക്കുകയാണ്. പലരും കഥയിൽ കയറി കഥയുടെ പുറകെ അങ്ങ് പൊക്കളയും. ദശരഥൻ യുവരാജാവ് വാഴിക്കാൻ വന്നു, കൈകൈ കുഴപ്പമുണ്ടാക്കി, കാട്ടിപ്പോയി,
രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി യുദ്ധമെല്ലാം ചെയ്ത് തിരിച്ചു വന്നു. ഈ കഥയാണ്. ഈ കഥയല്ല രാമായണം. രാമായണം എന്ന് പറയുന്നത് രാമരാജ്യം ശ്രീരാമൻ എങ്ങനെ കെട്ടിപ്പൊക്കി ഇതാണ് മനസ്സിലാകുന്നത്. ലോകത്തിലാദ്യമായി മന്ത്രിമാർ, മിനിസ്റ്റേഴ്സ് സ്ഥാപിക്കുന്നത് ശ്രീരാമനാണ്. അദ്ദേഹം 10 അമാത്യന്മാരെ നിയമിച്ചു. 8 പേര് ലേ മിനിസ്റ്റേഴ്സാണ്. 2 പേര് വസിഷ്ഠനും ഒക്കെ പുരോഹിതന്മാരാണ്, സന്യാസിമാരാണ്. അങ്ങനെ വകുപ്പ് വിഭജനം നടത്തി. ഭരതനെ പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ സേനാനായകനാക്കി, സൈന്യത്തിൻ്റെ മന്ത്രിയാക്കി, ശത്രുഘ്നെ ധനകാര്യം ഏൽപ്പിച്ചു. അങ്ങനെ മന്ത്രിമാരെ ഉണ്ടാക്കി വകുപ്പ് വിഭജിച്ചുകൊണ്ട് ഭരിക്കുകയാണ്. ശ്രീരാമൻ പണ്ണത്തിലേറി. നാട്ടിലിറങ്ങിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു കരം കൊണ്ട് ഇരിക്കപ്രതിയില്ല. മന്ത്രിമാർ പറഞ്ഞു കരം കൂട്ടിയേ പറ്റുള്ളൂ. അങ്ങയുടെ അച്ഛൻ പോയി ദേവാസുര യുദ്ധത്തിന് പോയി, രാജ്യം കടം കയറിപ്പോയി. അപ്പോൾ ശ്രീരാമൻ ഇതിൻ്റെ നടുക്കുകൂടി പുതിയൊരു ഇൻകം ടാക്സ് ഉണ്ടാക്കി. നിങ്ങളുടെ ആകെ വരുമാനത്തിൻ്റെ 20% ഇൻകം ടാക്സ് കൊടുക്കുക, ബാക്കി 80% നിങ്ങളുടെ അടുത്തോളം വന്നു. അപ്പോൾ നാട്ടുകാർ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തു. നാട്ടിൽ സമ്പത്തുണ്ടായി. 20% രാഷ്ട്രത്തിൽ വന്നു. ജനങ്ങൾക്ക് ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കുക? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി രാമായണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. അദ്ദേഹം പറഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ ഒരു രാമരാജ്യമാക്കണം. അപ്പോൾ എന്താണ് രാമരാജ്യം എന്ന് സാധാരണക്കാരൻ കേട്ടിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കണ്ടേ? ഭഗവാൻ കൃഷ്ണൻ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ മൂല കല്ലായി നിൽക്കുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ ആരാണ്? എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ആരാധനകളും ഭാഗവത സപ്താഹത്തിലൂടെ, ശ്രീമദ് ഭാഗവതത്തിലൂടെ, ഭാരതത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിലൂടെ രൂപാന്തരപ്പെട്ടതെന്ന് മനസ്സിലാവുകയാണ്. ഭഗവാൻ കൃഷ്ണൻ മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഭരണത്തിൽ കയറി. അപ്പോൾ 1 മാസം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഭരിക്കുക, സദേൺ ഡൽഹിയിൽ നിന്ന് ഭരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ വന്നു, എൻ്റെ യുധിഷ്ഠിര, നീ രാജ്യം മുഴുവൻ ഇവിടെ നിന്ന് ഭരിക്കാൻ പറ്റുമോ? നീ അതുകൊണ്ട് ഓരോ ഗ്രാമത്തിലും ഇലക്ഷൻ നടത്തണം. പഞ്ചപാണ്ഡവന്മാരല്ല നാട് ഭരിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിനിധികളായി 5 പേര് ഒരു ഗ്രാമം തിരഞ്ഞെടുക്കണം. അവരാ ഗ്രാമം ഭരിക്കട്ടെ. അവരുടെ കയ്യിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ നീ പോയി സഹായിക്കാം. അങ്ങനെ ഇലക്ഷൻ നടത്തി ഓരോ ഗ്രാമം ഭരിക്കാൻ 5 പേരെ തിരഞ്ഞെടുത്തു. അവരെ വിളിച്ചു പഞ്ചായത്ത്, 5 റൂളേഴ്സ്. ആ പഞ്ചായത്താണ് ഇന്ന് നമ്മൾ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ ഭരണാധികാരിയായിപ്പോയി. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയായിട്ട് ഒരു ബന്ധവുമില്ല. ജ്യേഷ്ഠൻ ബലരാമൻ്റെ ഭാര്യ രേവതിക്ക്, രേവതിയുടെ അച്ഛൻ രേവന്തൻ രാജ്യം 4ആയി പകുത്ത് അതിലൊരു ഭാഗം കൊടുത്താണ് ഈ ദ്വാരക. കുശസ്ഥലിയിലെ രാജാവ് രേവന്തൻ. ചേട്ടത്തിയുടെ സ്ത്രീധനമാണ്. ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാരകയിൽ ചെന്നു. അവർ കിരീടം വെച്ചില്ല, അവർ പട്ടാഭിഷേകം നടത്തിയില്ല. പിന്നെയോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ജനങ്ങൾ ഇലക്ഷൻ നടത്തി 36 പേരുള്ള ഒരു പാർലമെൻറ്റിനെ തിരഞ്ഞെടുക്കണം. ദ്വാരകയിൽ ഇലക്ഷൻ വെച്ചു. 36 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തിരഞ്ഞെടുത്ത ആളുകൾ അവിടെ ചർച്ച നടത്തും. ചർച്ച നടത്തുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പോയി അവിടെ ഇരിക്കും. ആ പാർലമെൻറ്റിൻ്റെ പേരാണ് ഭാഗവതത്തിൽ പറയുന്ന ദാസാർഹി, ദാസന്മാർ, അർഹരായവരെ തിരഞ്ഞെടുത്ത അസംബ്ലി. ലോകത്തിൽ ജനാധിപത്യം ഉണ്ടായത് 2400 കൊല്ലത്തിന് മുമ്പ് ഗ്രീസിലാണെന്നുള്ള ശുദ്ധ വിവരക്കെട്ട് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രീക്കുകാർ ജനാധിപത്യം കാണുന്നതിന് 2000 കൊല്ലത്തിന് മുമ്പാണ് ഭഗവാൻ കൃഷ്ണൻ പാർലമെൻറ്റ് ഉണ്ടാക്കി ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഇത് ഭരിച്ചു. മദ്യം നിരോധിച്ച് എവിടെയാണ്? മദ്യം ലോകത്തിലായത് നിരോധിച്ച് ദ്വാരകയിലാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 10ാം സ്കന്ധത്തിൽ വളരെ കൃത്യമായി ഈ മദ്യ നിരോധനം എങ്ങനെ ദാസാർഹി പാസ്സാക്കി ഭഗവാൻ നടപ്പാക്കിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളുടെ അന്തരാർത്ഥം മനസ്സിലാക്കാനും സനാതനധർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാനും ജനങ്ങൾ, യുവാക്കൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളിലും യുവാക്കന്മാർക്ക് മതത്തിൻ്റെ ആ വലിയ കെട്ടുപാടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. യൂറോപ്പിലൊക്കെ ജനസംഖ്യയുടെ 70%
സെക്കുലറാണ്, അവർക്ക് ഒരു മതവുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് വളരെ ശ്രദ്ധാർഹമായി സനാതനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളിൽ ഒരു 40% ശൈവാരാധനക്കാരാണ്. ആ ശൈവാരാധനയുടെ രഹസ്യം എന്താണ്? എന്താണ് ശിവലിംഗം? ശിവലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ലൈംഗിക അവയവമല്ല. ലിംഗം എന്ന് പറഞ്ഞാൽ യൂണിയൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള യൂണിയനാണ്. അതിനൊരു സിമ്പിൾ കാണിക്കുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ശൈവാരാധന സാധാരണക്കാർക്ക് മനസ്സിലാവും.